ഹായ് ഡിയേഴ്സ്, എൻ്റെ SSLC കുഞ്ഞുങ്ങളെ, +2 കുഞ്ഞുങ്ങളെ, എക്സാം എല്ലായിടത്തും ഉണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമൊക്കെ നടക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും ഈ ഭയങ്കര ചൂട് പിടിക്കുന്ന ഉഷ്ണമെന്ന് പറയുന്നത് സഹിക്കാൻ മേല. ഒരു ദിവസം ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഉയരത്ത് കുളിച്ച് കരിഞ്ഞ് പുളിഞ്ഞ് വന്നിട്ട് എൻ്റെ കണ്ണൊക്കെ തൂങ്ങിപ്പോയി ഗൈസ്. അന്ന് തൂങ്ങിയ കണ്ണാ. സാധാരണ ഓട്ടോയിലാണ് പോകുന്നത്. ഇന്ന് ഓട്ടോയിൽ പോകാൻ തോന്നിയില്ല. ഇച്ചിരി കാശ് സമ്പാദിക്കാമെന്ന് വിചാരിച്ചു. ഓട്ടോയിൽ പോകുമ്പോൾ ഇച്ചിരി സമ്പാദ്യം കുറച്ച് ദൂരെ സഞ്ചരിക്കേണ്ട വന്നു. അത് ഗൈസ്, ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവമാണ്. അവിടെ പ്രസംഗമൊക്കെ ഉണ്ട്. അതിൻ്റെയാണ് ഈ കേൾക്കുന്ന ഓളിയം, പിന്നെ ശബ്ദം. പിന്നെ ഗൈസ്, എന്തുകൊണ്ട് വിശേഷങ്ങൾ? എൻ്റെ SSLC കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ടുള്ള വീഡിയോയാണിത്. അവരാണല്ലോ നമ്മുടെ വളർന്നു വരുന്ന യുവാക്കൾ. ആ യുവാക്കളില്ലെങ്കിൽ നമ്മുടെ രാജ്യം മുടിഞ്ഞു പോകും. ആ യുവാക്കളുടെ ഉന്നമനം, അവരുടെ ആരോഗ്യം, മാനസികമായ ശാരീരികമായ ആരോഗ്യം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സുരക്ഷിതത്വം, ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ കരുത്തും മുതൽക്കൂട്ടും. ഒരുപാട് പ്രായമായവരെ കൊണ്ടൊന്നും നടക്കത്തില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ കാവലാളന്മാർ നമ്മുടെ യുവതലമുറയും യുവാക്കളും യുവതികളും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും സഹായങ്ങളും ചെയ്തു കൊടുക്കണം. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അവർക്ക് വേണ്ടി. വെറുതെ ഒരു നല്ല തലമുറ വാർത്തെടുക്കാൻ പറ്റത്തില്ല. നല്ല ഒരു തലമുറയും, ആരോഗ്യമുള്ള ഒരു തലമുറയും, സുരക്ഷിതത്വമുള്ള ഒരു തലമുറയെയും, സന്തോഷമുള്ള ഒരു തലമുറയെയും വളർത്തിയെടുക്കുന്നത് നിസ്സാരമായ കാര്യമല്ല. അത് നമ്മളെ കുടുംബത്തിനകത്തുള്ള ഒരു അധ്യാപകർ, നാട്ടുകാർ, നമ്മളെ ഭരണാധികാരികൾ, എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട്, വലിയ പങ്കുണ്ട്. അല്ലാതെ വെറുതെ ഒരു നല്ലൊരു ഇൻഡിവിജ്വലായി വരത്തില്ല ഗൈസ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും എല്ലാ SSLC കുഞ്ഞുങ്ങളും, +2 കുഞ്ഞുങ്ങളും, ഡിഗ്രി കുഞ്ഞുങ്ങളും, പോസ്റ്റ് ഗ്രാജുവേറ്റ് കുഞ്ഞുങ്ങളും, പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന കുഞ്ഞുങ്ങളും എല്ലാവരും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് വിദ്യാഭ്യാസത്തോട്, അവരുടെ മാതാപിതാക്കളോട്, അവരുടെ നാട്ടുകാരോട്, അവരുടെ സുഹൃത്തുക്കളോട് എല്ലാവരോടും നീതി പുലർത്തി നല്ല രീതിയിൽ വിജയശ്രീലാളിതരായി വന്ന് നല്ല നല്ല ഓഫീഷ്യൽസ്, നല്ല ബിസിനസ്സുകാർ, ഏത് രംഗത്തെത്തിയാലും ആ രംഗം നല്ല രീതിയിൽ ആ രംഗത്ത് ശോഭിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥന എനിക്ക് എപ്പോഴും കാണും ഗൈസ്, എപ്പോഴും കാണും. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സന്തോഷമുള്ള മനസ്സുണ്ടായിരിക്കണം, ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഉണ്ടായിരിക്കണം. അതൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ഒന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല ഗൈസ്. ഞാനതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മദറിൻ്റെ അടുത്ത്, ഫാദറിൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു സംഭവം നടന്നു. നിങ്ങളതിനെക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അത് നിങ്ങൾ അത്ഭുതപ്പെട്ടു. ഇത് എന്നാണെന്നറിയാമോ? ഇത് 2020 നവംബർ 28 മേടിച്ച ഒരു ബാലരമ ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ മദർ എൻ്റെ എടുത്ത് തന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാലരമ, പൂമ്പാറ്റ, അമരചിത്രകഥ, പിന്നെന്ത് ഏതാണ്ടൊരെണ്ണം ഉണ്ടല്ലോ ഗൈസ്. ബാലരമ ഉണ്ടായിരുന്നു പണ്ട്. എൻ്റെ സമയത്ത് പൂമ്പാറ്റയുണ്ട്, ബാലരമയുണ്ട്. ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കളിക്കുടുക്കിയെന്നും പറഞ്ഞിട്ട്, എൻ്റെയൊക്കെ സമയം ബാല്യകാലമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കളിക്കുടുക്കിയൊക്കെ വരുന്നത്. അങ്ങനെ ഇത് ഉമ്മ എടുത്ത് വെച്ചിരുന്നെൻ്റെ 2020 നവംബർ. നിൻ്റെ ബാലരമയെന്നും പറഞ്ഞ് നമ്മളെ മാതാപിതാക്കളെ ഗൈസ്, നമ്മളെ നമ്മളെ എത്ര വളർന്നാലും, എത്ര മുതിർന്നാലും, എത്ര പടുകിളവിയായാലും നമ്മളെ മറക്കത്തില്ല ഗൈസ്. നമ്മൾ അവർക്ക് ഇന്നും ശിശുവാണ്. എൻ്റെ മദറിന് ഇപ്പം 72 വയസ്സുണ്ട് ഗൈസ്. ഞാൻ എൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കും എന്നെ ഇപ്പോഴും അവർ ചെറുതായിട്ടാണ് കാണുന്നത്.
ഈ കിളവിയായിട്ട് പോലും ഇതിനകത്ത് കുറേ നല്ല കാര്യങ്ങളുണ്ട്. മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടും ഗൈസ്. പിന്നെ ഞാൻ പണ്ട് ബാലരമയിലൊക്കെ കണ്ടാന്ന് തോന്നുന്നു, കളിക്കുടുക്കയിലോ എവിടെയും കണ്ടൊരു കഥയൊക്കെ എഴുതിയിട്ട് എനിക്കൊരു കൺസലേഷൻ പ്രൈസൊക്കെ കിട്ടിയിരുന്നു. ഗൈസ്, നമ്മൾ പറഞ്ഞ ടോപ്പിക്കിലേക്ക് വരാം. ഇങ്ങനെയുള്ള മാതാപിതാക്കളാണ് എല്ലാവരും. നമ്മൾ എത്ര വളർന്നാലും മാതാപിതാക്കൾക്ക് നമ്മൾ കുഞ്ഞുങ്ങളാണ് ഗൈസ്. അപ്പോൾ എൻ്റെ SSLC കുഞ്ഞുങ്ങളെ, എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു ആരോഗ്യ സൗഖ്യം നേരുന്നു. നല്ല വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ബൈ, പോട്ടെ.